നിരോധിത സംഘടനയായ PFIയുടെ സെല്ലുകൾ പല രൂപത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. കേരളത്തിന്റെ തീരദേശം ദേശവിരുദ്ധ ശക്തികളുടെ പ്രവർത്തന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകൾ കേരള സർക്കാർ അവഗണിക്കുകയാണെന്നും അദ്ദേഹം BJP സംസ്ഥാന നേതൃയോഗത്തിൽ പറഞ്ഞു. ദേശസുരക്ഷയ്ക്ക് കേരളം ഒരു പരിഗണനയും നൽകുന്നില്ല. ഇക്കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ BJP സംസ്ഥാന ഘടകം ക്യാമ്പയിൻ സംഘടിപ്പിക്കണം. 2026 BJPയെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന്റെ പ്രാഥമിക നടപടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനായി പാർട്ടി തയ്യാറാക്കിയ മിഷൻ 2025 പ്രവർത്തന പരിപാടി അവതരിപ്പിച്ചു. 21-ന് കർമ്മ പരിപാടിയെക്കുറിച്ച് 26 മുതൽ സെപ്റ്റംബർ 2 വരെ മേഖലാ ശില്പശാലകൾ നടത്തും. സെപ്റ്റംബർ 30 ആകുമ്പോഴേക്കും വാർഡ് തലത്തിൽ വരെ ഈ വികസന അജണ്ട പ്രാവർത്തികമാക്കാനുള്ള പദ്ധതികൾ രൂപവൽക്കരിക്കും. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ, ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി, അപരാജിത സാരംഗി MP, C സദാനന്ദൻ MP, മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ CK പത്മനാഭൻ, PK കൃഷ്ണദാസ്, V മുരളീധരൻ, കുമ്മനം രാജശേഖരൻ, K സുരേന്ദ്രൻ, ജനറൽ സെക്രട്ടറിമാരായ ശോഭ സുരേന്ദ്രൻ, S സുരേഷ്, അനൂപ് ആന്റണി എന്നിവർ പ്രസംഗിച്ചു.